സഹൃദയരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും അടർത്തിയെടുത്ത വികാരോജ്വലമായൊരു നല്ല കഥ, അതാണ് സാംസണും ദലീലയും. ആരെയും ആവേശം കൊള്ളിക്കും വീരകഥ ഇതു കേട്ടുകൊള്ളൂ. ദൈവജനമായ യഹൂദരും ഫെലിസ്ത്യരും അനാദികാലം മുതൽ തന്നെ ബദ്ധ ശത്രുക്കളായിരുന്നു. കാലാന്തരത്തിൽ യഹൂദർ തങ്ങളെ സത്യദൈവത്തെ മറന്നു തുടങ്ങി. അങ്ങനെ അവർ മറ്റു ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അതോടെ അവർ ദൈവകോപത്തിനും ദൈവശിക്ഷണത്തിനും ഇരകളായി തീർന്നു. സത്യദൈവത്തെ കൈവിട്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധ്യമല്ലെന്ന് കണ്ട യഹൂദർ ദൈവത്തോട് കാരുണ്യത്തിനായി അപേക്ഷിക്കുവാൻ തുടങ്ങി. കാരുണ്യവാനാം ജഗൽപിതാവേ, കാക്കണേ ഞങ്ങളെ കൈവിടാതെ, തെറ്റുകളെല്ലാം പൊറുത്തു വേഗം നേർവഴി കാട്ടണേ തമ്പുരാനേ. അക്കാലത്ത് യഹൂദരുടെ ഇടയിൽ മനോവ എന്നൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാൾ സത്യസന്ധനും നീതിമാനും അതിലേറെ ദൈവഭക്തനുമായിരുന്നു. എങ്കിലും അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ദൈവത്തിന്റെ സന്ദേശവാഹകനായ മാലാഖ മനോവയുടെ ഭാര്യയുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു: നല്ലവനായ മനോവ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായിരിക്കുന്നു. നിന്നിലൂടെ അവനൊരു പുത്രൻ ജനിക്കും. അവൻ അമാനുഷിക ശക്തിയുള്ളവനും സിംഹത്തെ പോലെ തടിച്ചു കൊഴുത്തവനുമായിരിക്കും. നിന്ദിതരും പീഡിതരുമായ യഹൂദജനത്തെ അവൻ ഫെലിസ്ത്യരുടെ കൈകളിൽ നിന്നും രക്ഷിക്കും. ദൈവീക ശക്തിയുള്ള അവന്റെ തലമുടി ചുരുൾ ഒരിക്കലും മുറിച്ചു കളയരുത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവനിശ്ചയപ്രകാരം മനോവയ്ക്കൊരു പൊന്നോമൽ പുത്രൻ ജനിച്ചു. തേജസ്സും മോജസ്സും കളിയാടുന്നൊരു പൊന്നോമൽ പുത്രൻ. സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖം, ചൈതന്യം നിഴലിക്കുന്ന കണ്ണുകൾ, നീണ്ടു ചുരുണ്ട അഴകാർന്ന മുടി, ഇരുമ്പ് ദണ്ട് പോലെ ഉറച്ച ശരീരം. അതായിരുന്നു സാംസൺ. ദൈവജനത്തിനു രക്ഷയേകാൻ ദൈവമയച്ചൊരു ധീരനെ പോൽ സാംസൺ വളർന്നു വന്നു, സുന്ദരനായി വളർന്നു വന്നു. ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ വളർന്നു വലുതായപ്പോൾ അവൻ ഫെലിസ്ത്യരോട് ഏറ്റുമുട്ടുവാൻ തുടങ്ങി. ഒരിക്കൽ സാംസൺ ഫെലിസ്ത്യരുടെ ഒരു മുന്തിരിത്തോപ്പിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. പെട്ടെന്ന് കുറെ ആളുകളുടെ കരച്ചിൽ ശബ്ദം കേൾക്കുന്നു. സിംഹം വരുന്നേ, അയ്യോ സിംഹം വരുന്നേ. സിംഹമോ? എവിടെയാണ് സിംഹം? സാംസൺ ചോദിച്ചു. അതാ ആ കുറ്റിക്കാട്ടിൽ. ഇത് കേട്ട് സാംസണ് യാതൊരു കുലുക്കവുമില്ല. അവൻ എന്തോ വലിയൊരു തമാശ കേട്ട ഭാവമായിരുന്നു. അതു കേട്ടു സാംസൺ കുലുങ്ങിയില്ല, പേടിച്ചരണ്ടു നടുങ്ങിയില്ല. ധീരതയൊട്ടുമേ കൈവിടാതെ മുന്നോട്ടവൻ നടന്നു. സാംസണും സിംഹവും തമ്മിൽ ഏറ്റുമുട്ടി. ആരെയും നടുക്കുന്ന ഉഗ്രമായൊരു പോരാട്ടമായിരുന്നു അത്. സാംസൺ സിംഹത്തിന്റെ വായ് പിളർന്ന് തല മുതൽ കാൽ വരെ രണ്ടായി ചീന്തി എറിഞ്ഞു. ചോരയൊലിക്കുന്ന കൈകൾ കൂപ്പി സാംസൺ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. താമസിക്കാതെ ഇത് ഫെലിസ്ത്യരുടെ ചെവികളിലും എത്തി. എങ്ങനെയാണ് സാംസനെ ഒന്ന് കൊല്ലുക? ഫെലിസ്ത്യർ തല പുകഞ്ഞാലോചിക്കുവാൻ തുടങ്ങി. അക്കാലത്ത് സാംസൺ സുന്ദരിയായ ഒരു ഫെലിസ്ത്യ യുവതിയുമായി സ്നേഹത്തിലായി കഴിഞ്ഞിരുന്നു. സ്വർഗീയ ദേവതയെപ്പോൾ സുന്ദരിയായ അവളുടെ പേര് ദലീല എന്നായിരുന്നു. സ്വർഗത്തിൽ നിന്നു മുതിർന്നു വീണ കിന്നര കന്യകെ പോലെ മിന്നും സർവാംഗ സുന്ദരിയായിരുന്നു സാംസന്റെ പൊന്നോമൽ കൂട്ടുകാരി. സാംസന്റെ ദിവ്യശക്തിയെ ചെറുത്തു തോൽപ്പിക്കുവാൻ നേരായ മാർഗമൊന്നും പറ്റില്ലെന്ന് അവർക്ക് ഉറപ്പായി. എന്തെങ്കിലും ചതിപ്രയോഗം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവർ വീണ്ടും തലപുകഞ്ഞാലോചിക്കുവാൻ തുടങ്ങി. ഒടുവിൽ അവർക്കൊരു ഉപായം തോന്നി. എങ്ങനെയും ദലീലയെ പാട്ടിലാക്കുക, അവന്റെ ശക്തിയുടെ രഹസ്യം ചോർത്തിയെടുക്കുക. അങ്ങനെ അവർ ദലീലയുടെ അടുക്കിലേക്ക് എത്തി. ദലീല, നീ പരമസുന്ദരിയും ദയാശീലയുമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം.
അതിന് പ്രതിഫലമായി ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം വീതം തരാം. എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? ദലീല അന്വേഷിച്ചു. സാംസൺ വലിയ ശക്തനാണല്ലോ. അവന്റെ ശക്തിയുടെ രഹസ്യം നീ ഞങ്ങൾക്ക് പറഞ്ഞു തരിക, അത്രേ വേണ്ടൂ. അയ്യോ, സാംസൺ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അവനെ ചതിക്കുന്നത് തെറ്റല്ലേ? എങ്കിലും വെള്ളിത്തുട്ടുകളുടെ കിലുക്കം അവളെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ചു കളഞ്ഞു. ഒരു ദിവസം പതിവ് പോലെ സാംസൺ ദലീലയെ കാണാനെത്തി. അപ്പോൾ അതാ അവൾ കിടന്ന് കരയുന്നു. സാംസൺ കാര്യമന്വേഷിച്ചു. അവൾ പറഞ്ഞു, അങ്ങ് എന്നേക്കാൾ മുമ്പ് മരിച്ചു പോയില്ലേ? ഇല്ല, ഞാൻ നിന്നേക്കാൾ മുമ്പ് ഒരിക്കലും മരിക്കുകയില്ല. അതെന്തുകൊണ്ടാണ്? അവൾ അന്വേഷിച്ചു. എന്റെ ശക്തി അടങ്ങിയിരിക്കുന്നത് 8 ആക്കി പിന്നിയിട്ടിരിക്കുന്ന ഈ തലമുടി ചുരുളുകളിലാണ്. ഈ മുടി തലയിലുള്ളിടത്തോളം കാലം എന്നെ കൊല്ലുക ആർക്കും സാധ്യമല്ല. പിറ്റേന്ന് തന്നെ ഈ രഹസ്യം ദലീല ഫെലിസ്ത്യരെ അറിയിച്ചു. ഇതു കേട്ട നേരം ഫെലിസ്ത്യരെല്ലാം ആനന്ദം കൊണ്ടു മതി മറന്നു. ചാരപ്പണിക്കു പ്രതിഫലമായി നാണയമെണ്ണിക്കൊടുത്തു വേഗം. ഒരു ദിവസം സാംസൺ ഉറങ്ങിക്കിടക്കുന്ന തക്കം നോക്കി ഫെലിസ്ത്യർ ഒരു ശുരകനെ ദലീലയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഉറങ്ങിക്കിടന്ന സാംസന്റെ തലമുടിച്ചുരുൾ മുഴുവനായും അവർ മുറിച്ചു നീക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ ദലീല സാംസനെ വിളിച്ചുണർത്തി. ചുറ്റും ആയുധങ്ങളേന്തി നിൽക്കുന്ന ഫെലിസ്ത്യ പടയെ കണ്ടപ്പോൾ ഒരു ചീറ്റ പുലിയെ പോലെ അവർക്ക് നേരെ ചാടി വീഴുവാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് അവന് തന്റെ ദിവ്യശക്തി നഷ്ടമായ വിവരം സാംസൺ മനസ്സിലാക്കുന്നത്. താൻ ജീവനെ പോലെ കരുതിയ തന്റെ ദലീല തന്നെ വഞ്ചിച്ചിരിക്കുന്നുവെന്ന് സത്യം അവന് ബോധ്യമായി. ഫെലിസ്ത്യർ സാംസന്റെ കൈകാലുകൾ ബന്ധിച്ചു, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ചാട്ടവാർ കൊണ്ടു പുറത്തടിച്ചും ചമ്മട്ടി കൊണ്ടു തലയ്ക്കടിച്ചും ആർത്തു ചിരിച്ചു രസിച്ചു നിന്നു, ആർപ്പിട്ടു കൂവി മതിച്ചു നിന്നു. അവർ സാംസനെ കൊല്ലുവാനായി തങ്ങളുടെ മഹാക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. സാംസൺ ശിരസുയർത്തി തന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് ശക്തി തന്നവനെ, നിന്നെ ഞാൻ കൈവെടിഞ്ഞിട്ടില്ല, എന്നെയും നീ കൈവെടിയരുതേ. പെട്ടെന്ന് എങ്ങുന്ന ഒരു വലിയ ശക്തി സാംസന് കൈവന്നു. സാംസൺ ക്ഷേത്രത്തിന്റെ തൂണുകൾ ശക്തിയായി ഉലച്ചു. ക്ഷേത്രം നിലംപൊത്തി. ആയിരക്കണക്കിന് ഫെലിസ്ത്യർ അതിൽ ചത്തൊടുങ്ങി. വിജയശ്രീ ലാളിതനായ സാംസൺ കൃതാർത്ഥതയോടെ തന്റെ ശത്രുക്കളുടെ നടുവിൽ മരിച്ചു വീണു. ധീരനും ദൈവസ്നേഹിയുമായ സാംസന്റെ മൃതദേഹം പിതാവായ മനോവയുടെ തൊട്ടടുത്തു തന്നെ സംസ്കരിച്ചു. വാനമ്പാടികൾ അവന്റെ വീരഗാഥകൾ ഏറ്റുപാടി.